തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുരോഗമിക്കുകയാണ്. വടശ്ശേരിക്കരയും മാടമണ്ണും തിരുവാഭരണ ഘോഷയാത്ര പിന്നിട്ട് കഴിഞ്ഞു. ഇന്നലെയാണ് പന്തളത്ത് നിന്നും പന്തളം വലിയകോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. ഇന്ന് പുലർച്ചെ വീണ്ടും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു. ഇന്ന് വൈകിട്ട് ലാഹ സത്രത്തിലായിരിക്കും തിരുവാഭരണ ഘോഷയാത്രാ സംഘം വിശ്രമിക്കുക. ഇപ്പോൾ മാടമണ്ണിൽ ഒരു ഭവനത്തിന് മുന്നിൽ ഈ തിരുവാഭരണം ഇറക്കി വയ്ക്കും. മണ്ഡകത്ത് കുടുംബത്തിലാണ് തിരുവാഭരണം ഇറക്കി വയ്ക്കുക. പണ്ട് ശബരിമല ക്ഷേത്രം നിർമ്മിച്ച ആ സമയത്ത് കയർ ഉൾപ്പെടെ സാധനങ്ങൾ ഈ കുടുംബത്തിൽ നിന്നും ഈ ഭാഗത്ത് നിന്നും കൊണ്ടുപോയി എന്നുള്ളതാണ് ഐതിഹ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡകത്ത് കുടുംബത്തിൽ തിരുവാഭരണങ്ങൾ ഇറക്കി വെക്കുന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് തിരുവാഭരണ ദർശനത്തിനായി ഓരോ സ്ഥലത്തും ഇറക്കി വയ്ക്കുന്ന ഇടങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ മണ്ഡകത്ത് കുടുംബത്തിനകത്തേക്ക് അവിടെ സ്വീകരണം നൽകുകയാണ്. തിരുവാഭരണ ഘോഷയാത്രാ സംഘത്തിന് സ്വീകരണം നൽകുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളത്ത് നിന്നാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ സഞ്ചരിച്ച് നാളെ ശബരിമല സന്നിധാനത്ത് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. 14-ന് വൈകിട്ട് 5-ന് ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം പ്രതിനിധികളും സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ചേർന്ന് ആചാരപരമായി സ്വീകരിക്കും. തുടർന്ന് സന്നിധാനത്തേക്ക് ആനയിക്കും. വൈകുന്നേരം 6:15-ന് കൊടിമര ചുവട്ടിൽ ദേവസ്വം മന്ത്രി, ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മറ്റംഗങ്ങൾ എന്നിവർ ചേർന്നായിരിക്കും ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുക. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പസ്വാമിക്ക് ചാർത്തി ദീപാരാധന നടത്തും. തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. ഇതേ സമയം ആകാശത്ത് മകരജ്യോതി നക്ഷത്രം ദൃശ്യമാകും. ജനുവരി 14-ന് രാവിലെ 8:45-നാണ് മകര സംക്രമ പൂജ. 15, 16, 17, 18 തീയതികളിൽ നെയ്യഭിഷേകത്തിന് ശേഷം അയ്യപ്പ ഭക്തർക്ക് തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ദർശിക്കാനുള്ള അവസരമുണ്ട്. 18-ാം തീയതി വരെയാണ് നെയ്യഭിഷേകവും കളഭാഭിഷേകവും നടക്കുക. മകരവിളക്ക് ദിവസം മുതൽ മണിമണ്ഡപത്തിൽ നിന്നും 18-ാം പടിയിലേക്കുള്ള എഴുന്നള്ളത്തും ആരംഭിക്കും. ജനുവരി 14-ന് മണിമണ്ഡപത്തിൽ കളമെഴുത്തിനും തുടക്കമാകും. മകരം 1 മുതൽ 5 വരെ അയ്യപ്പസ്വാമിയുടെ 5 ഭാവങ്ങളായിരിക്കും ഈ കളത്തിൽ വരയ്ക്കുക. പന്തളം കൊട്ടാരത്തിൽ നിന്നും എത്തിക്കുന്ന പഞ്ചവർണ്ണപ്പൊടി ഉപയോഗിച്ചാണ് കളം എഴുതുന്നത്. 14 മുതൽ 17-ാം തീയതി വരെ 18-ാം പടി വരെയും 18-ന് ശരംകുത്തിയിലേക്കുമാണ് എഴുന്നള്ളത്ത് നടക്കുക. 19-നാണ് മണ്ഡപത്തിന് മുന്നിൽ ചൈതന്യശുദ്ധിക്കായി നടത്തുന്ന ഗുരുതി. ജനുവരി 20-നായിരിക്കും ശബരിമല ക്ഷേത്രനട അടയ്ക്കുക. ഇപ്പോൾ മണ്ഡകത്ത് കുടുംബത്തിന് മുന്നിൽ തിരുവാഭരണങ്ങൾ ഇറക്കി വെച്ചു. ഇപ്പോൾ തിരുവാഭരണ ദർശനമാണ്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് തിരുവാഭരണം ദർശിക്കുന്നതിനായി ഈ മാടമണ്ണിലെ ഈ ഭവനത്തിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. ഇന്ന് വൈകിട്ട് ലാഹ സത്രത്തിലായിരിക്കും സംഘം വിശ്രമിക്കുക. അതിനുശേഷം നാളെ പുലർച്ചെ വീണ്ടും സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.